ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എഗ് മഞ്ചൂറിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എഗ് മഞ്ചൂറിയൻ. ചപ്പാത്തി, അപ്പം, ഫ്രൈഡ് റൈസ് ഇതിലൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ ഓൾ എന്ന ഓപ്ഷനിലും കൂടെ ക്ലിക്ക് ചെയ്തേക്കണം. എഗ് മഞ്ചൂറിയൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് മുട്ട നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. മുട്ട ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റീലിലുള്ള ചോറ്റ് പാത്രം എടുത്താൽ മതി. പാത്രത്തിൽ നന്നായിട്ടൊന്ന് എണ്ണ തടവിയിരിക്കണം. എണ്ണ തടവിയ പാത്രത്തിലേക്ക് മുട്ട ഒഴിക്കാം. എന്നിട്ടത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റീമറിൻ്റെ താഴത്തെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുട്ട വച്ചിട്ട് അടച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് ആയപ്പോൾ മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റാം. എന്നിട്ടൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ പനീറൊക്കെ കട്ട് ചെയ്യുന്ന പോലെ മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുട്ട ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പീസായിട്ടാണ് മുട്ട കട്ട് ചെയ്തെടുത്തത്. ഇനി ഇത് ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദമാവും 1/4 കപ്പ് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം. ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അല്പം കട്ടിയായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കാം. ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുട്ട പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കോരി എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് മുട്ട ഓരോന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കോരി ഇട്ട് കൊടുക്കാം. തമ്മിലൊട്ടാതെ ഒന്ന് കുറച്ചൊന്ന് അകലത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഒരു സൈഡ് ഒന്ന് കളർ മാറി ഫ്രൈ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒന്നാണ് ഈ മുട്ട ഫ്രൈ ചെയ്തെടുത്തത്. നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. രണ്ട് സൈഡും ഫ്രൈ ആകുമ്പോൾ കോരി മാറ്റാം. മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ മാറ്റിയിട്ട് ബാക്കി എണ്ണ കുറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആകുന്നതും വേണ്ട, ഒന്ന് വാടി വന്നാൽ മതി. ഇത്രയും ആയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതും ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ടൊന്നുമല്ല, ഒരു ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തത്. ക്യാപ്സിക്കം കൂടെ ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം. ഗ്രീൻ ചില്ലി സോസാണ് എൻ്റെ കയ്യിലിപ്പോൾ. ഗ്രീൻ ചില്ലി സോസേ ഉണ്ടായിരുന്നുള്ളൂ. റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസും കൂടെ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കോൺഫ്ലോർ കറിയിലേക്ക് ഒഴിക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണമോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ കഴിക്കാനാണെങ്കിൽ അല്പം തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് നല്ലത്. ഞാൻ ചപ്പാത്തിക്ക് കഴിക്കാനാണ് ഇതുണ്ടാക്കുന്നത്. കുറച്ചുകൂടി ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. അവസാനം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കുറുകിയ ഗ്രേവിയുള്ള എഗ് മഞ്ചൂറിയൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു കറിയാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ കാണണമെങ്കിൽ ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.